ബ്രിക്സ്: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഈ രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് വന്നിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരുണ്ടാക്കിയിരിക്കുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഇവർ ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലവിൽ നിൽക്കെ തന്നെ ഇവര് ഡോളറിൽ നിന്നും മാറിയുള്ള ഒരു കറൻസിയും അതോടൊപ്പം തന്നെ ഇവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആണ് ഇവർ ഒരുമിച്ച് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാവുന്നത് പോലെ ഈ രാഷ്ട്രങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പൊ ഇന്ത്യയും ചൈനയുമായിട്ട് 3000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്നു. അവിടെ അതിർത്തി പ്രശ്നങ്ങൾ എന്നും ഉണ്ട്. എന്നാൽ ബ്രസീലുമായിട്ട് ഇവരായിട്ട് ചേരുന്ന ഒരു രാജ്യമല്ല. സൗത്ത് ആഫ്രിക്കയ്ക്ക് അവരുടേതായ ഇതുണ്ട്. ഇവരൊരു കറൻസി കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ രാഷ്ട്രങ്ങളുടെ ബ്രിക്സിലേക്ക് 34ഓളം അധികം രാജ്യങ്ങൾക്ക് ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ബ്രിക്സ് രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്കെതിരെ ഒരു കറൻസി കൊണ്ടുവന്നാൽ ഈ രാഷ്ട്രങ്ങളുടെ മേലെ 100% താരിഫ് ഏർപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്നുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ടുകളെ ബാധിക്കും. കാരണം ഈ രാഷ്ട്രങ്ങളിലൊക്കെയുള്ള സെൻട്രൽ ബാങ്കിന്റെ റിസർവ് കറൻസി എന്ന് പറയുന്നത് ഡോളറിലാണ്. ചൈന ആയാലും ഇന്ത്യ ആയാലും റഷ്യ ആയാലും. അപ്പൊ ഡോളറിനെ ഇകഴ്ത്തി കാണിക്കുന്നതിനും അവർക്ക് സുപ്രഭാതത്തിൽ ഈ ഡോളറിൽ നിന്നും വിട്ടുമാറിയിട്ട് ഒരു കറൻസി കൊണ്ടുവരിക യാഥാർത്ഥ്യം ആയിരിക്കില്ല. തന്നെയാണ് ഇതിന്റെ മുഖ്യ ഗുണഭോക്താവ് എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിൽ തന്നെയുള്ള ചൈനയും റഷ്യയുമാണ് കൂടുതലായിട്ട് ഇതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോ എങ്ങനെയായിരിക്കും ഇത് ഉരുതിരിയുക എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നു 100% താരിഫ്, അവരൊരു കറൻസി കൊണ്ടുവന്നാൽ 100% താരിഫ് ഈ രാഷ്ട്രങ്ങൾക്കെതിരെ ഉണ്ടാവും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വാർത്ത, ഇന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സാമൂഹ്യ ഇതുണ്ട്, സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇദ്ദേഹത്തിന് വിലക്കിയ കാലഘട്ടത്തിൽ, ട്വിറ്ററിൽ നിന്നൊക്കെ വിലക്കിയ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത്. ആ ട്രൂത്ത് പ്ലാറ്റ്ഫോമിൽ ഇദ്ദേഹം പ്രസ്താവിച്ചിരിക്കുക ആണ്, ഇനിയും ബന്ദികളാക്കി വെച്ചപ്പെട്ടിരിക്കുന്ന ഗാസ, അന്നത്തെ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ, ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ ജനുവരി 20 അദ്ദേഹത്തിന്റെ ഇനോഗ്രേഷൻ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള തിരിച്ചടി ഗാസയിലും കൂടുതലായിട്ട് മിഡിൽ ഈസ്റ്റ്, മധ്യപൂർവേഷ്യയിലും ഇദ്ദേഹം ചെയ്യും. അത് ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടുതൽ അധികാരങ്ങൾ കൊടുത്ത് കൂടുതൽ അക്രമങ്ങൾ ഇതിൽ അയച്ചു വിടുകയാണോ അതോ ഗാസയിൽ ഇനിയും അക്രമങ്ങൾ വരുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. മുൻകാലങ്ങളിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ യുദ്ധത്തിന് താല്പര്യമില്ല. അദ്ദേഹം അത് 2016 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിന് യുദ്ധത്തിനോടൊരു താല്പര്യമില്ലായിരുന്നു. മറ്റുള്ളവർ അദ്ദേഹത്തിനെ വലിച്ചിഴിച്ച് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഒരു യുദ്ധം ഉണ്ടാകുള്ളൂ. അപ്പൊ അദ്ദേഹം വ്യക്തമായ താക്കീത് ഇന്ന് നൽകിയിരിക്കുകയാണ്. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ശക്തമായ അടി മിഡിൽ ഈസ്റ്റിന് കിട്ടും എന്നും, അത് വലിയൊരു പ്രൈസ്, ദേ വിൽ പേ എ ഹ്യൂജ് പ്രൈസ് എന്നാണ് വളരെ ഗൗരവത്തോടു കൂടി ക്യാപിറ്റൽ ലെറ്റേഴ്സിലൊക്കെയാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് ട്രൂത്ത് സോഷ്യലില്. വേറൊരു വാർത്ത വരുന്നത്, ജോ ബൈഡൻ ഇത്ര നാളും പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഹണ്ടർ ബൈഡൻ കുറെ പ്രശ്നങ്ങളിൽ പെട്ടിരുന്നു. ഡ്രഗ് അബ്യൂസ്, ടാക്സ് ഇവേഷൻ തൊട്ട് ഗൺ ഒരു തോക്ക് വാങ്ങിയിരുന്നു അദ്ദേഹം. ജൂണിൽ ഒരു തോക്ക് വാങ്ങുന്ന കാലഘട്ടത്തിൽ അതിന്റെ ഫോമിൽ അദ്ദേഹം എഴുതിയിരുന്നു അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഡ്രഗ് അബ്യൂസ് കേസ് ഒന്നുമില്ല ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ അത് ഒക്കെ നുണയായിരുന്നു. അങ്ങനെ ഒരു ഫെഡറൽ ചാർജ്, തോക്ക്, ഗൺ ലോല് വയലേഷൻ ഉണ്ട്, ടാക്സ് ഇവേഷൻ. അത് ലോസ് ഏഞ്ചലസിൽ അദ്ദേഹം സെപ്റ്റംബറിൽ ഈ കേസ് ട്രയലിന് വന്നപ്പോൾ സാധാരണ പ്ലീഡ് ഗിൽറ്റി, കുറ്റം സമ്മതിക്കുക, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കുറ്റം സമ്മതിക്കുക. അപ്പൊ അദ്ദേഹം പ്ലീഡ് ഗിൽറ്റിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം തക്കതായ തെളിവുകളും അതിനുള്ള സാക്ഷികളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റില്ലാത്തത് കൊണ്ടായിരിക്കാം പ്രോസിക്യൂഷനായിട്ട് അദ്ദേഹം ഒരു ഡീല് വരുത്തിയിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും പ്ലീഡ് ഗിൽറ്റി. അദ്ദേഹം അതിൽ ഗിൽറ്റി പ്ലീഡ് ചെയ്തു ടാക്സിന്റെ ഇവേഷനിൽ, ഒപ്പം തന്നെ മറ്റ് ഡ്രഗ് കേസുകളും. അപ്പൊ ട്രംപ് കഴിഞ്ഞ ആഴ്ച ഈ വൈറ്റ് ഹൗസിൽ ബൈഡന്റെ ക്ഷണം സ്വീകരിച്ച് വന്നപ്പോൾ ബൈഡനെ വരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ട്രംപ് ബൈഡന്റെ കുടുംബത്തിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ച് സിമ്പതി രേഖപ്പെടുത്തി. ബൈഡന് മുമ്പ് ഒരു 50 വർഷം മുമ്പ് ഒരു
അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുന്നത്തെ ഭാര്യ മരിക്കുക, പിന്നെ അദ്ദേഹത്തിന് ഒരു ഒരു മകനെ അന്ന് മക്കളെ നഷ്ടപ്പെട്ടു, 2 മക്കളെ നഷ്ടപ്പെട്ടു. ഒരാൾ ക്യാൻസർ ബാധിച്ച് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് മരിച്ചത്. ഒരു 5-10 വർഷം മുമ്പ്, 5-8 വർഷം മുമ്പാണ് ഒരു മകൻ മരിച്ചത്. അപ്പം ഇങ്ങനെയുള്ള ദുരിതങ്ങളെ പറ്റി ട്രംപ് സിമ്പതി ചെയ്തു. തന്നെയുള്ള അദ്ദേഹവും പ്രായമായ ആളാണ്. അപ്പോൾ ഒരു പക്ഷേ ട്രംപിനും ഈ ബൈഡന്റെ മകൻ, ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡന് പാർഡൻ കൊടുത്തിരിക്കുകയാണ്. അൺകണ്ടീഷണൽ പാർഡൻ. ഒരു പ്രസിഡന്റിന് മാപ്പ് കൊടുക്കാനായിട്ടുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഹണ്ടർ ബൈഡന് ഇദ്ദേഹം മാപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പൻ തന്നെ, അതായത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ പാർഡൻ കൊടുത്തിരിക്കുകയാണ്. ഇനി ട്രംപ് തിരിച്ചു വരുമ്പോൾ, കാരണം അദ്ദേഹം ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി പെരുമാറുകയാണെങ്കിൽ, ജോ ബൈഡനാണ് 34 കൗണ്ട് ഓഫ് ഫെലനി ചാർജ്, രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഫെലനി ചാർജ് കൊണ്ടുവന്നു. ഒപ്പം തന്നെ പലതരത്തിലുള്ള 100 കേസുകൾ അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്നു, രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ. അങ്ങനെ അമേരിക്കൻ ചരിത്രത്തിൽ ചെയ്യുക എന്നുള്ളത് ഒരു ഒരു സർവ്വസാധാരണമല്ല. അത്തരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം തകർത്തുകൊണ്ടാണ് ബൈഡൻ ട്രംപ് അധികാരത്തിൽ ജയിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ക്ഷമിച്ചിരിക്കാം. അത് പ്രൈവറ്റ് ആയിട്ടുള്ള കോൺവെർസേഷനിൽ, വൈറ്റ് ഹൗസിൽ നടന്ന കോൺവെർസേഷനിൽ ഒരു പക്ഷേ ട്രംപ് ഈ പാർഡൻ കൊടുക്കുന്നതിനോട് അനുകൂലമായിരിക്കാം എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് വിദേശ രംഗത്ത് അമേരിക്കയിൽ നിന്നുള്ള ന്യൂസുകൾ വരുന്നത്.